സിനിമയിൽ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സർവകലാശാല എന്ന് വിളിക്കാവുന്ന ഒരു നടനാണ് കമൽഹാസൻ. കമൽഹാസൻ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനിയാണ് എം ഡി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കഥകൾ തമിഴിലൊക്കെ സിനിമയാക്കണമെന്ന് എന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളാണ് കമൽഹാസൻ. ഒരുപക്ഷെ എം ഡിയുടെ അപ്രതീക്ഷിതമായ വിയോഗമെന്ന് വേണമെങ്കിൽ പറയാം. 91 വയസ്സുണ്ടെങ്കിലും എം ഡിക്ക് മരണമില്ല എന്ന് വിശ്വസിക്കാനാണ് മലയാളികൾക്ക് ഇഷ്ടം. അതേപോലെ ഒരാളാണ് കമൽഹാസൻ. അദ്ദേഹത്തെ മലയാള സിനിമാ ലോകത്തിൽ പരിചയപ്പെടുത്തിയ കന്യാകുമാരി എന്ന സിനിമയുടെ സൃഷ്ടാവെന്ന നിലയിൽ എം ഡിയുമായി 50 കൊല്ലത്തെ സൗഹൃദം തനിക്കുണ്ടെന്നാണ് നടൻ കമൽഹാസൻ പറയുന്നത്. എം ഡിയുടെ വിയോഗം തന്നെ ഞെട്ടിച്ചു, വേദനാജനകമാണ് എന്നുകൂടി കമൽഹാസൻ പറയുന്നു. എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്ന് തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ, അവരെല്ലാവർക്കും എം ടി വാസുദേവൻ സാറിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ്. ബഹുമാനവും അസൂയയും ഭയവും സ്നേഹവും തോന്നും. 19 വയസ്സിൽ എം ടി വി സാറിൻ്റെ വിസ്തീർണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എം ടി വി സാറിൻ്റെ നിർമാല്യം കാണാറുണ്ടായി. എനിക്ക് സിനിമയോടുള്ള പ്രേമം, മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നികുണ്ഡമാക്കിയത് നിർമാല്യം ചിത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യജിത് റേ, ശ്യാം ബനഗൽ, എം ടി വി സാർ, ഗിരീഷ് കാർനാഡ് എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ്. വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ്. എം ടി വി സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പല 100 വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ശേഷം ജീവിച്ചിരിക്കും. വിട പറയാൻ മനസ്സില്ല സാറേ, ക്ഷമിക്കുക. കമലഹാസൻ സംസാരിക്കുകയായിരുന്നു. എം ഡിയുമായി വളരെ മാനസിക ബന്ധവും അടുപ്പവും സൗഹൃദവും സൂക്ഷിച്ച നടന വിസ്മയമായിരുന്നു കമലഹാസൻ. ഇപ്പോഴും അദ്ദേഹത്തിന് സൗഹൃദം സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. കന്യാകുമാരി മാത്രമല്ല, നിർമാല്യം എന്ന ഒരൊറ്റ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഇപ്പോഴും പറഞ്ഞു വയ്ക്കുകയാണ് കമലഹാസൻ. ഒരുപക്ഷെ പ്രേക്ഷകർ ആലോചിക്കും, എന്താണ് നിർമാല്യത്തിന് ഇത്ര വലിയ പകിട്ട് എന്ന്. നിർമാല്യം പോലൊരു സിനിമ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നതാണ് ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പകിട്ട് എന്നുള്ളത് ഞാൻ പറയും.